ശ്രീജിത്ത്, ഇത് ഒരു തീർത്തും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. ഔദ്യോഗിക പാനൽ മുന്നോട്ട് വെച്ചത് ഗഗാറിന്റെ പേരായിരുന്നു. ആരാണ് റഫീഖിനെ പിന്തുണച്ചത്, അതിന്റെ സാഹചര്യം എന്താണ്, സംഘടനാ സംവിധാനത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭാഗീയത അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ 14 ജില്ലാ കമ്മിറ്റിയിലെയും ഏറ്റവും പ്രായം കുറഞ്ഞ യുവ നേതാവ് എന്ന നിലയിൽ ആണ് കെ റഫീഖ് വയനാടിന്റെ ജില്ലാ സെക്രട്ടറിയായി വരുന്നത്. എന്തായിരിക്കാം വയനാട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവുക ശ്രീജിത്ത്? ഗോപികൃഷ്ണൻ, വയനാട് ജില്ലാ കമ്മിറ്റി 27-അംഗ ജില്ലാ കമ്മിറ്റിയാണ്. അവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു വൃദ്ധ നേതൃത്വമാണ് വയനാട്ടിലെ പാർട്ടിയെ നയിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്. യുവജനങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിക്കാതിരുന്ന തരത്തിലുള്ള അമർഷമുണ്ട്. അതൊക്കെ തന്നെയാവണം റഫീഖിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടാൻ, മത്സരത്തിലൂടെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണമെന്ന് വേണം കരുതാൻ. കേവലം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി മാത്രമല്ല റഫീഖ്, അവിടെ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിലെ യുവ പ്രാതിനിധ്യമായിരുന്നു റഫീഖ്. മാത്രമല്ല കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ ഇതിൻ്റെ ഭാഗമായ മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലവിൽപ്പുഴ സ്വദേശിയാണ്. ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റോ സംസ്ഥാന സെക്രട്ടറിയായോ വരെ പരിഗണിച്ചിരുന്ന ആളായിരുന്നു റഫീഖ്. ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ എ റഹീമിന് പകരം സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരേണ്ട ആളായിരുന്നു. പിന്നീട് വയസ്സിൻ്റെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം ചില ഇളവുകൾ നൽകിയപ്പോഴാണ് ആ ഘട്ടത്തിൽ റഫീഖിന് അവസരം ലഭിക്കാതെ പോയത്. അദ്ദേഹത്തിന് അന്ന് 37 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റഫീഖിൻ്റെ ഒരു കടന്നുവരവ് വയനാട് ജില്ലയിലെ പാർട്ടിയിൽ ഒരു സമൂലമായ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ, അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് വന്ന ഒരു നേതാവാണ്. മേപ്പാടി വൈത്തിരി മേഖലയിലെ ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ആ മേഖലയിലെ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. എന്നാൽ ഗഗാറിനെതിരെയും ഗഗാറിൻ്റെ മകനുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില പരാതികൾ അവിടെ ഈ കഴിഞ്ഞ സമ്മേളന കാലത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയുള്ള ചെറിയ അതൃപ്തിയും എതിർപ്പും അദ്ദേഹത്തിനെതിരെ വയനാട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വയനാട്ടിലെ പാർട്ടിയെ ഊർജ്ജസ്വലമായി നയിക്കാൻ ഉള്ളൊരു നേതൃത്വം എന്ന നിലയ്ക്കാണ് റഫീഖിൻ്റെ പേര് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നതും വോട്ടെടുപ്പിലൂടെ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നും വേണം കരുതാൻ. എന്തായാലും ഈ കെ റഫീഖിൻ്റെ കടന്നുവരവ് ഈ 2011 നടന്ന CPIMൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് ഇതിനു മുമ്പ് സെക്രട്ടറി തിരഞ്ഞെടുപ്പിലേക്ക് ഒരു വോട്ടെടുപ്പ് വന്നത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനും പിരപ്പൻകോട് വെള്ളിയും തമ്മിലാണ് ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറി ആകാനുള്ള മത്സരം നടന്നത്. കടകംപള്ളി ജയിക്കുകയായിരുന്നു. അതുപോലെ സമാനമായ രീതിയിൽ വോട്ടെടുപ്പിലൂടെ ഒരു ജില്ലാ സെക്രട്ടറി അധികാര പദവിയിലേക്ക് വരുന്നു എന്ന പ്രത്യേകതയും വയനാട്ടിലെ ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്തെങ്കിലും വിഭാഗീയമായ ചേരുവരുണ്ടെന്ന് പറയാൻ കഴിയില്ല. റഫീഖ് എല്ലാ കാലത്തും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ഉറച്ചു നിന്ന ആളാണ്. ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയാണെങ്കിലും അവിടെ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതാവൊക്കെ ആയി തന്നെ പ്രവർത്തിക്കുന്ന ആളാണ് റഫീഖ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും വിഭാഗീയ ചേരുതിരിവിൻ്റെ ഭാഗമായിട്ടായിരിക്കില്ല, മറിച്ച് അവിടെ ഒരു യുവജന മുന്നേറ്റം CPIMൻ്റെ ജില്ലാ നേതൃത്വത്തിൽ നടന്നു. ആ യുവജന മുന്നേറ്റത്തിൻ്റെ നെടുനായകനായി റഫീഖ് മാറി. അങ്ങനെ അദ്ദേഹം സെക്രട്ടറിയായി വന്നുവെന്ന് വേണം കരുതാൻ. ശരി, ആർ ശ്രീജിത്താണ് നിലവിൽ വയനാട്ടിൽ കെ റഫീഖ് എന്ന യുവ മുഖം വയനാട്ടിലെ CPIMനെ നയിക്കാൻ വേണ്ടി ജില്ലാ സെക്രട്ടറി എത്തുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. നമുക്ക് ഒരിക്കൽ കൂടി സുർജിത്ത് അയ്യപ്പത്തിലേക്ക് പോകാം. സുർജിത്ത്, 11-നെതിരെ 16 വോട്ടുകൾക്ക് മത്സരം നേരിട്ടുകൊണ്ട് അതിൽ വിജയിച്ച് കയറുകയാണ് കെ റഫീഖ് ജില്ലാ സെക്രട്ടറിയായി. ഒരു സമൂലമായ മാറ്റം പാർട്ടിയുടെ വയനാട്ടിലെ പ്രവർത്തനങ്ങളിൽ, അതോടൊപ്പം തന്നെ പാർട്ടിയെ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വൃദ്ധ നേതൃത്വമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ അവരെ മാറ്റി ഒരു യുവ നേതാവിൻ്റെ കീഴിലേക്ക് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന സ്വോദ്ദേശത്തിലായിരിക്കും കെ റഫീഖ് ജില്ലാ സെക്രട്ടറിയായി എത്തുന്നത്. അതല്ല ഏതെങ്കിലും തരത്തിൽ വിഭാഗീയതയുടെയായ നിഴൽ ഈ തീരുമാനത്തിന് പിന്നിൽ വീണ് കിടക്കുന്നുണ്ടാകുമോ? നേരത്തെ ആർ ശ്രീജിത്ത് നിരീക്ഷിച്ചത് ഈ കാര്യങ്ങളിൽ റഫീഖ് എല്ലാ കാലത്തും ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള ആളാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ യുവജനങ്ങളെ ആകർഷിക്കാനും പാർട്ടിയുടെ ചാലക ശക്തിയാക്കി അവരെ മാറ്റാനും വേണ്ടി ഉള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് റഫീഖിനെ പോലൊരാളെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും എന്ത് തരത്തിലാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തിയതെന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി സമ്മേളനം പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിനിധികൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. സംഘടനാ നടപടികൾ പൂർത്തിയായി പ്രതിനിധികൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് പുറത്തേക്ക് പ്രതിനിധികൾ ഇറങ്ങുന്നു. ഇനി നേരത്തെയും CPIMന്റെ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം
എല്ലാ കഴിഞ്ഞ സംഘടനാ സമ്മേളനത്തിലും യുവാക്കൾക്ക് ഏറെ പരിഗണന കൊടുത്ത സംഘടനാ ഘടകമാണ് ഈ വയനാട് ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിനകത്ത് ഈ കെ റഫീഖ് മാത്രമല്ല, ഒരുപാട് യുവമുഖങ്ങൾ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള KM ഫ്രാൻസിസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജോബിൻസൺ ജെയിംസ് എന്ന് പറയുന്ന യുവ നേതാവുണ്ട്. അത്തരത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി C യൂസഫ്, ഹാരിസ് ഉൾപ്പെടെയുള്ള യുവമുഖങ്ങൾ ഉള്ള ഒരു കമ്മിറ്റിയാണ് ഈ വയനാട് ജില്ലാ കമ്മിറ്റി. സ്വാഭാവികമായും വയനാട് ജില്ലാ കമ്മിറ്റിയിൽ എന്നും യുവാക്കൾക്ക് പരിഗണന കൊടുത്തൊരു കമ്മിറ്റിയാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊരു നേതൃമാറ്റത്തിന്റെ സാഹചര്യം സംബന്ധിച്ചുള്ള ഇനി വ്യക്തത വരേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു മത്സരം നടന്നപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ഒരു അത് മറ്റേതെങ്കിലും ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 27-അംഗ ജില്ലാ കമ്മിറ്റിയാണ്. അതിൽ നിരവധി യുവമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഘടനാ സമ്മേളനമാണ് വയനാട്ടിൽ പൂർത്തിയാകുന്നത്. അതിൽ ഒരു ടേം കൂടി ബാക്കിയുണ്ടായിരുന്നു P. ഗഗാറിന്. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മത്സര സ്വഭാവത്തിലേക്ക് സംഘടനാ സമ്മേളനം എത്തിയതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടി വരും. ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകൾ, അതായത് 5 പേരാണ് ഒഴിവായത്, 5 പേരെ പുതുതായി കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അതിനകത്ത് ബത്തേരി സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ കൂടി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും യുവമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന സംഘടനാ ഘടകമാണ് ഈ വയനാട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി. കഴിഞ്ഞ സമ്മേളനത്തിലും ഇതുപോലെ തന്നെ നിരവധി യുവമുഖങ്ങളുണ്ടായിരുന്നു. ഇത്തവണ ഈ വൈത്തിരി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള C യൂസഫ് ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങൾ, അത് യുവ പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ SFI-യിലൂടെയും DYFI-യിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് സജീവമായ രീതിയിൽ തന്നെ സംഘടനാ രംഗത്ത് നിലനിൽക്കുന്ന ആളുകളാണ്. അതിൽ റഫീഖ് മാത്രമല്ല, അതോടൊപ്പം DYFI-യുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള KM ഫ്രാൻസിസ് ഇത്തവണ കമ്മിറ്റിയിലുണ്ട്. ഫ്രാൻസിസിനെ കൂടാതെ ജോബിൻസൺ ജെയിംസ് അടക്കമുള്ള നേതാക്കളുണ്ട്. അങ്ങനെയാണ് അത്തരം പ്രാധാന്യം യുവ നേതൃത്വ നിരക്ക് അടുത്ത ഒരു ലെയറിനെ കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ CPM ജില്ലാ നേതൃത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഇതൊരു മത്സര സ്വഭാവത്തിലേക്ക് മാറിയത് എന്നുള്ള കാര്യത്തിലാണ്. വയനാട് CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു. മത്സരത്തിലൂടെയാണ് K. റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 11-നെതിരെ 16 വോട്ടുകളിലാണ് K. റഫീഖ് ജില്ലാ സെക്രട്ടറിയായി എത്തിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഒരു മത്സരം ഉണ്ടായത്? എന്തുകൊണ്ടാണ് P. ഗഗാറിൻ അവിടെ നിന്ന് ചുമതലകൾ ഒഴിയേണ്ടി വന്നത്? ഏതൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ നീക്കം ഉണ്ടായത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. പുതിയ ജില്ലാ സെക്രട്ടറിയായി K. റഫീഖ് എത്തുന്നു. K. റഫീഖ് അല്പസമയത്തിനകം തന്നെ 1 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തും. ഒരുപക്ഷെ മാധ്യമപ്രവർത്തക കാര്യങ്ങളിൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന അവ്യക്തതകൾ നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുർജിത്ത് അയ്യപ്പത്ത്, ശ്രീജിത്തുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.